കേരളത്തിൽ ബി.ജെ.പിക്ക് വോട്ട് ബാങ്കിൽ വർധന ഉണ്ടാവണമെങ്കിൽ വോട്ടിൽ വർധന ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണ വേണം. ഞാൻ മതം പറയുമല്ല, അത് ശരിയാ, അത് ശരിയാണ്. അതിനുള്ള ആ ക്രിസ്ത്യൻ ട്രസ്റ്റിന് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം ഉദാഹരണം, അത് ക്രിസ്ത്യൻ പിന്തുണയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഒരിക്കലും അത്രയും വോട്ട് കിട്ടുന്നത് ഈ ക്രിസ്ത്യൻ പിന്തുണ ഉറപ്പാക്കാനും ഇപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക ആശങ്ക മാറ്റാനും അവർക്ക് വിശ്വാസമുള്ള ഒരു ലീഡർഷിപ്പ് സംവിധാനത്തെ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് എനിക്കറിയേണ്ടത്. പദ്ധതിയല്ല, ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ സുരേഷ് ഗോപി എന്താ ചെയ്തത്, പോയിട്ട് ഔട്ട്റീച്ച് ചെയ്തു, അവരുടെ കൂടെ ഇരുന്നു, അവരുടെ പ്രശ്നങ്ങളും വേദനകളെല്ലാം മനസ്സിലാക്കി അദ്ദേഹം അവിടെ പണി ചെയ്തു. അതേമാതിരി എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസും ഞങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത് ഈ അസംബ്ലി ഇലക്ഷനും ലോക്കൽ ബോഡി ഇലക്ഷൻസിലും ഷാജിന് കാണാൻ കഴിയും എത്രയോ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് വരും. ഇപ്രാവശ്യം ഡിസ്ട്രിക്ട് പ്രസിഡൻസ് ക്രിസ്ത്യൻ ഡിസ്ട്രിക്ട് പ്രസിഡൻസ് വന്നിട്ടുണ്ട്, 4 സ്ത്രീ ആയിട്ട് ഡിസ്ട്രിക്ട് പ്രസിഡൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഒരു മൾട്ടി റെപ്രസെൻറ്റേഷണൽ പാർട്ടി, എല്ലാ മതവും എല്ലാ കമ്മ്യൂണിറ്റീസും സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മുടെ പാർട്ടിയിലുണ്ടെന്ന് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പ്രസിഡൻസ് തന്നെ പറയുന്നു അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇനി വരുന്ന ഇലക്ഷനിൽ കാൻഡിഡേറ്റ്സും ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിലിപ്പോൾ ഉയർന്നു വരുന്ന ലീഡേഴ്സ് ഷോൺ ജോർജ്, മിടുക്കൻ, അനിൽ ആന്റണി, അനൂപ് ജോസഫ്, അങ്ങനെ എത്ര അനൂപ് ആന്റണി. അപ്പോൾ ഇവരെല്ലാവരാണ് ഫ്യൂച്ചർ യൂത്ത് ലീഡേഴ്സ് ഞങ്ങൾ ബി.ജെ.പിയിൽ. അവരെല്ലാം വന്ന് അവരുടെ പണിയായിരിക്കും ഈ ക്ലാരിഫൈ ചെയ്യാൻ. അല്ല, ഞാനതെടുത്ത് ചോദിക്കാം, അനൂപ് ആന്റണി ജോസഫിനെയും ഷോൺ ജോർജിനെയും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട് കാര്യമായി തന്നെ. എൻ്റെ കൂടെ നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ മിടുക്കരാണ്, എല്ലാവരും മിടുക്കന്മാരാണ്. നോട്ട് ഓൺലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസം മാത്രം അല്ലാതെ തന്നെ നല്ല വർക്ക് ചെയ്യാൻ മിടുക്കന്മാർ 100%.